KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മഹാജന യാത്രയ്ക്ക് ഓരോ നിമിഷവും പാരപണിയുകയാണ് രമേശ് ചെന്നിത്തല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ആക്ഷേപം. അതിന് കാരണമാകുന്നത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വിഘാതമാവുക, വിലങ്ങുതടിയാവുക മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഏത് ശ്രമവും വിജയിച്ചു കഴിയുകയാണെങ്കിൽ ഭാവിയിൽ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിക്കാണ് അത് തടയിടുക. രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നു. ഏറ്റവും നല്ല KPCC പ്രസിഡന്റുമാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. അതിനപ്പുറത്തേക്ക് ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടന്നു പോകുമോ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ സന്ദേഹം. ഇതേ രീതിയിൽ പോയാൽ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം. പക്ഷേ KPCC അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറ്റവും മികച്ച കാര്യങ്ങൾ, ഏറ്റവും മികച്ച രീതിയിൽ സംഘടനയെ കൊണ്ടുപോവുകയും അദ്ദേഹം നയിക്കുന്ന സംഘടനാപരമായ പ്രവർത്തികൾ വൻ വിജയം വരികയും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയത്തിലേക്ക് എത്തിച്ചേരുകയും ആ രീതിയിൽ പോവുകയും ചെയ്താൽ വരുന്ന 2 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കും, UDF വിജയിക്കും. അവിടെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ എക്കാലത്തെയും മോഹമാണ്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എല്ലാ ചെയ്തികളും വിജയിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവുക എന്ന മോഹം വീട്ടിൽ വെച്ചിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് KPCC പ്രസിഡന്റ് നയിക്കുന്ന യാത്രയ്ക്ക്, KPCC പ്രസിഡന്റ് നിലപാടുകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പാരപണിയുകയാണ് രമേശ് ചെന്നിത്തല എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. ഇതിന് രമേശ് ചെന്നിത്തല വിഭാഗം ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്ന മഹാജന യാത്രയ്ക്കെതിരായി വസ്തുതകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനനുസൃതമായിട്ടാണ് ഇപ്പോൾ പ്രചരണം ഉണ്ടാകുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളെല്ലാം അവതാളത്തിലായി എന്ന് പ്രചരിപ്പിക്കുന്നു. യാത്രയ്ക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. യാത്രയുടെ പോസ്റ്ററുകൾ DCC ഓഫീസിൽ എത്തിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. ചുവരെഴുത്തുകളായിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. കട്ടൗട്ടുകളോ ബാനറുകളോ ആയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. നോട്ടീസ് ഇറക്കിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. ബുക്ക്ലെറ്റുകൾ ഇതുവരെ ആയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. ടീം അംഗങ്ങളായിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. നയിക്കാൻ KPCC ഭാരവാഹികളില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്ന മഹാജന യാത്രയുടെ മാറ്റു കുറയ്ക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും രമേശ് ചെന്നിത്തല വിഭാഗം ശ്രമിക്കുന്നു. ഈ യാത്ര പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് CPM-ഓ BJP-യോ അല്ല, കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയുടെ കൂട്ടാളികളുമാണ് എന്ന ആക്ഷേപമാണ് രമേശ് ചെന്നിത്തല വിരുദ്ധ വിഭാഗം ഇത് ഉയർത്തുന്നത്. അതിന് പ്രധാനമായും അവർ പറയുന്ന കാരണം ജാഥയുടെ കോർഡിനേഷൻ മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത് ബെന്നി ബെഹനാനെയാണ്. UDF കൺവീനർ ബെന്നി ബെഹനാനെയാണ്. അത് A ഗ്രൂപ്പിന്റെ എല്ലാമാണ് ബെന്നി ബെഹനാൻ. അതൊരു പുതിയ ഗ്രൂപ്പ് സമവാക്യത്തിന് കാരണമാകുന്നു എന്ന് രമേശ് ചെന്നിത്തല വിഭാഗം ഭയപ്പെടുന്നുണ്ട്. I ഗ്രൂപ്പ് ചിന്നിച്ചിതറും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ. അവിടെ KPCCയുടെ പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള K മുരളീധരൻ ഉമ്മൻചാണ്ടിയോടൊപ്പമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബെന്നി ബെഹനാനിലൂടെ ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് പോകും. ആ രീതിയിൽ വരികയാണെങ്കിൽ I ഗ്രൂപ്പിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം അത് മുല്ലപ്പള്ളിക്ക് പിന്തുണ നൽകും. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള A വിഭാഗം മുല്ലപ്പള്ളിയോട് ചേർന്ന് നിൽക്കും. അവിടെ തന്റെ സ്ഥാനം ഒറ്റപ്പെട്ടു പോകുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിന്ന് ചവിട്ടി മാറ്റും ഈ കൂട്ടായ്മയെന്നും രമേശ് ചെന്നിത്തല ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ യാത്ര, മഹാജന യാത്ര പരാജയപ്പെട്ടതായി പ്രചരിപ്പിക്കണം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല വിഭാഗം അത്തരത്തിലുള്ള പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നു. അതിനനുസരിച്ച് ഇനി ഒരു ദിവസം മാത്രമാണ് ജാഥയ്ക്ക് ഉള്ളത്. ആ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആ ജാഥയുടെ മാറ്റു കുറയ്ക്കുന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം അഴിച്ചുവിടാൻ രമേശ് ചെന്നിത്തലയുടെ അണികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനെ അർത്ഥമായിട്ടാണ്, അതിന്റെ പിൻബലമായിട്ടാണ് ഈ തരത്തിൽ പറയുന്നത്. പോസ്റ്ററുകളായില്ല എന്നും കട്ടൗട്ടുകളായില്ല എന്നും അതോടൊപ്പം ചുവരെഴുത്തില്ല, ബുക്ക്ലെറ്റുകളില്ല, ടീം അംഗങ്ങളില്ല എന്നുള്ള ഒക്കെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാൻ രമേശ് ചെന്നിത്തല വിഭാഗം വളരെ കരുതലോടെ തന്നെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതുപോലെ ജാഥയ്ക്ക് വേണ്ടി ഒരു ഡോക്യുമെന്ററി തയ്യാറായി, രാജീവ് ഗാന്ധിയെ കുറിച്ച് ഒരു ബുക്ക്ലെറ്റും തയ്യാറായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് DCC ഓഫീസുകളിൽ എത്തിയിട്ടില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ജാഥ ടീമിനെയും സ്ഥിരം ടീം അംഗങ്ങളെയും തീരുമാനിച്ചില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു രീതി സംബന്ധിച്ച് അതെല്ലാം അപ്പോഴപ്പോൾ നടപടിയെടുക്കുന്നതാണ് പതിവ്.
പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ബെന്നി ബെഹനാൻ ഏറ്റവും വലിയ സംഘാടകനായിട്ടാണ് ബെന്നി ബെഹനാനെ കണക്കാക്കുന്നത്. ആ രീതിയിലൊക്കെ ജാഥ വിജയിപ്പിക്കാൻ വേണ്ടി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരും UDF കൺവീനർ ബെന്നി ബെഹനാൻ നേരിട്ട് നേതൃത്വം നയിച്ചുകൊണ്ടൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ജാഥ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല വിഭാഗം ഇത്തരത്തിൽ കട്ടൗട്ടുകളെ കുറിച്ചും പോസ്റ്ററുകളില്ല, കട്ടൗട്ടില്ല, ചുവരെഴുത്തില്ല, ബാനറില്ല, ബുക്ക്ലെറ്റ് ഇല്ല, നോട്ടീസ് ഇല്ല, അതോടൊപ്പം ടീം അംഗങ്ങളില്ല, നയിക്കാൻ KPCC ഭാരവാഹികളില്ല തുടങ്ങിയ പ്രചാരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒതുക്കാനും ജാഥ പരാജയപ്പെടുത്താനും KPCCയിൽ ഉണ്ടാകുന്ന വിജയങ്ങളുടെ ക്രെഡിറ്റ് അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ തനിക്ക് ദോഷമുണ്ടാകുമെന്ന തിരിച്ചറിവാണ് ഈ പാരപണിയലിന് പിന്നിൽ രമേശ് ചെന്നിത്തലയെ പ്രേരിപ്പിക്കുന്നതുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.